എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഞങ്ങളെ 3 പേരെയും ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടോ അല്ലേ. എഡ്വിൻ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ ആഘോഷിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. പൊന്നുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതെന്നെ പൊന്നു കാണിക്കണം, അമ്മയെ ചേട്ടാനെ കാണാൻ കൊതിയാവുമെന്ന് പറയുമായിരുന്നേ. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അടിയായി. അതിന് വഴക്ക് ഇതിന് വഴക്ക് അങ്ങനെയൊക്കെയാണേ. അപ്പോൾ അകലെ ആയിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, അടുത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ വഴക്കും പിണക്കവും എല്ലാം ഒക്കെ കാണും. സ്നേഹം അല്ലേ പൊന്നോ? കാണാൻ കൊതിയാവുമേന്ന് പറയുമല്ലായിരുന്നോ? കൊതിയാവുമേന്ന് പറയണം കേട്ടപ്പോൾ ഞാനോർത്ത് വന്നു കഴിയുമ്പോൾ തേനും പാലും ഒഴുക്കും അറിയിക്കുന്നു. എവിടെ വന്ന് കയറിയപ്പോഴേ കൊടുത്തില്ലേ അല്ലേ പൊന്നു? എല്ലായിടത്തുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? മടിയുണ്ട്. ഞാൻ ഈ മാമ്പഴക്കാലത്തെ 2-3 ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാട്ടിത്തരാവേ. ഒരു സീസണിൽ ഞാനിങ്ങനെ മാങ്ങാപ്പഴത്തിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതാ ഈ തവണ കുറച്ച് ഐറ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതാ കാട്ടിത്തരാം. ഈ തവണയാണ് അങ്ങനെയൊക്കെ തോന്നിയത്. മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ തവണ ഇത്രയൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയാണ് അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. ഇത് ഞാൻ മാങ്ങാപ്പഴം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീളത്തിലരിഞ്ഞേ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് പഞ്ചസാര ഇട്ട് വെച്ച് ഉണ്ടാക്കിയെടുത്തായിട്ടാണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെയിൽ നന്നായിട്ടുള്ളപ്പോൾ കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയാണ്. ക്യാൻഡിയൊക്കെ ആയിട്ട് മാങ്കോ ക്യാൻഡി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ, ഡ്രൈഡ് മാങ്കോ. എന്താ അടുത്ത ഐറ്റം ഇതെന്ന് പറയാം. ഇതും മാങ്ങ നല്ല നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഉപ്പിട്ട് വെച്ചു ഒരു 1 hour. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇതായാലും അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ തിരുമ്മി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് ശർക്കര പാനി ഒഴിച്ച് ഉണക്കിയെടുത്താണിത്. 5-6 ദിവസത്തെ പരിപാടി വരും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നല്ല മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റുണ്ട്. പിന്നെ ശർക്കര പാനിയും കൂടെ ഒഴിച്ച് ആ മധുരമുണ്ട്. ഒക്കെ മധുരമാങ്ങ എന്നൊക്കെ പറയാം. ഇനി അടുത്ത എൻ്റെ ഒരു ഐറ്റമാണ് ഞാനത് ഓൾറെഡി ചെയ്തായിരുന്നു, മാമ്പഴത്തെരയില്ലേ അതും ഈ തവണയൊന്ന് ഉണ്ടാക്കി. അപ്പോൾ അടുത്തൊരൈറ്റം ഞാൻ ഉണ്ടാക്കിയതാണ് മാമ്പഴ പൾപ്പാക്കി തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കണേ. അതും ഒന്ന് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.